വരുമാനം മെച്ചപ്പെടുത്താനും ചെലവ് ലഘൂകരിക്കാനും ധവളപത്രത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പല ശുപാർശകളും സർക്കാരിനെ കുഴയ്ക്കുന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. മാറിവരുന്ന സർക്കാരുകൾക്ക് കൈപൊള്ളിയ വിരമിക്കൽ പ്രായം ഉയർത്തൽ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്നതുൾപ്പെടെയാണ് ശുപാർശകൾ. ലാഭനഷ്ട കണക്കുകൾ വിവരിക്കുന്ന ധവളപത്രത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിഷ്കരണങ്ങൾ അനിവാര്യം. പക്ഷേ ശുപാർശകൾ പലതും സംസ്ഥാനത്ത് രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിയൊരുക്കുന്നതാണ്. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നതാണ് പ്രധാന ശുപാർശ. വിരമിക്കൽ പ്രായം 60 വയസ്സാക്കണം. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലെന്ന കേന്ദ്ര മോഡൽ നടപ്പാക്കണം. പ്രതിഷേധം ഭയന്ന് ഇടത് സർക്കാർ നേരത്തെ ആലോചിച്ച് ഉപേക്ഷിച്ചതാണിത്. മദ്യവിൽപ്പന നടത്തുന്ന ബെവറേജസ് കോർപ്പറേഷൻ ലാഭത്തിലാണ്. എന്നാൽ സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ വിപണി ഇടപെടൽ നടത്തേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടത്തിലും. നഷ്ടം നികത്താൻ സപ്ലൈകോയും ബെവ്കോയും ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷൻ ആക്കണമെന്നാണ് ധവളപത്രത്തിലെ ശുപാർശ. ഇതിന് തടസ്സങ്ങൾ നിരവധിയുണ്ട്. ഒപ്പം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നെന്ന പ്രതീതി ജനിപ്പിക്കുമെന്ന അഭിപ്രായവും ഉയർന്നേക്കും. വൈദ്യുതി ഉൽപാദനം കൂട്ടണം. ഊർജ്ജ ഉൽപാദനത്തിന് ആണവ നിലയങ്ങൾ. ഊർജ്ജമേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നുകൊടുക്കണം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ പൂട്ടുകയോ ചെയ്യണം. സബ്സിഡികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹതയുള്ളവർക്ക് മാത്രമാക്കി ചുരുക്കണമെന്നും ശുപാർശ. സംസ്ഥാനത്ത് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യമൊരുക്കാൻ കഴിയാത്തതിനാൽ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 22 ലക്ഷം പേർ വിദേശത്താണ്. ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം കൊണ്ട് സംതൃപ്തരാകാത്ത തലമുറയാണിത്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കെൽപ്പുള്ള ഭരണകൂടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു ധവളപത്രത്തിൽ. തലകീഴായി പ്രവർത്തിക്കുന്നുവെന്ന് സമിതി കണ്ടെത്തിയ പലതും നേരെയാക്കാനുള്ള ശുപാർശകൾ നടപ്പിലാക്കണമെങ്കിൽ രാഷ്ട്രീയ സാങ്കേതിക കടമ്പകൾ നിരവധിയെന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.